Hello guys, welcome to Strut and Tie. നമുക്ക് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ ഫസ്റ്റ് മോഡ്യൂൾ ആയിരുന്നു പറഞ്ഞിട്ടിരുന്നത് അതിലെ സെക്കൻഡ് പ്രോബ്ലം. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് പ്രോബ്ലത്തിലോട്ട് പോവാണ്. പ്രോബ്ലമായിട്ട് തന്നെ ചെയ്യുകയാണ്. ദറ്റ് ഇസ് പാർട്ട് 3. ഇറ്റ്സ് ഡിസൈൻ ഓഫ് ഷോർട്ട് കോളം സബ്ജക്റ്റ് ടു യൂണി ആക്സിയൽ ബെൻഡിങ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബെൻഡിങ് ഇല്ലാത്ത കേസ് ആണ് പറഞ്ഞത്. ജസ്റ്റ് ആക്സിയൽ ലോഡിങ് വരുന്ന കേസാണ് നമ്മൾ പറഞ്ഞത്. ആ പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് യൂണി ആക്സിയൽ ബെൻഡിങ് വരുന്ന കോളംസ്, ദറ്റ് ഇസ് ഷോർട്ട് കോളംസ്. ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. It is design a column section of size 300 by 600 mm subjected to a factored load of 1400 kilonewton and factored bending moment of 280 kilonewton meter with respect to the major axis. Use M20 concrete and Fe415 steel. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നേരത്തെ പ്രോബ്ലത്തിൻ്റെ ക്വസ്റ്റ്യനുമായിട്ട് ഡിഫറൻസ് എന്താണ്? ഫാക്ടേർഡ് ലോഡിൻ്റെ കൂടെ ഫാക്ടേർഡ് ബെൻഡിങ് മൊമെൻറ്റും ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു വൺ ആക്സിസ്. അപ്പോൾ ഇത് ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു യൂണി ആക്സിയൽ ബെൻഡിങ് വരുന്ന പ്രോബ്ലമാണ്. ദിസ് ഇസ് ഹൗ യു ഡിഫറൻഷിയേറ്റ് ദ പ്രോബ്ലം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ബെൻഡിങ് മൊമെൻറ്റ് തന്നിട്ടില്ല. ഈ ക്വസ്റ്റ്യനിൽ ബെൻഡിങ് മൊമെൻറ്റ് ദാറ്റ് ടു ഇൻ വൺ സിംഗിൾ ആക്സിസ് തന്നിട്ടുണ്ട്. So this is a case of uniaxial bending. Column subjected to uniaxial bending. അപ്പം നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയർ ഒന്ന് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. അതിൻ്റെ കൂടെ തന്നെ SP16 ചാർട്ടും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പം ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഗിവൺ ആയിട്ട് തന്നിരിക്കുന്നത് കോളത്തിൻ്റെ സൈസ് തന്നെ ഗിവൺ ആണ് അല്ലേ? സൈസസ് 300 by 600. ഓക്കെ, ഇപ്പം സൈസ് തന്നിട്ടില്ലാത്തൊരു സ്റ്റെപ്പാണ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ സൈസ് കണ്ടുപിടിച്ച ആ സ്റ്റെപ്പ് ആസ് സച്ച്, അതായത് നമ്മൾ പെർസെൻറ്റേജ് റീഇൻഫോഴ്സ്മെൻറ്റ് അസ്യൂം ചെയ്ത് എടുത്ത ആ ഒരു സ്റ്റെപ്പ് നമ്മൾ ഇവിടെ അതേപോലെ ചെയ്യും. ഇൻ കേസ് നിങ്ങൾക്ക് സൈസ് തരാത്ത ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു റീഡു ദ ഹോൾ പ്രോസസ് ഹിയർ. അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ സൈസ് തന്നിട്ടുള്ളത് കൊണ്ട് ആ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് രണ്ട് മെയിൻ സ്റ്റെപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് സൈസ് ഓഫ് ദ കോളവും സെക്കൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പം ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. സൈസ് ഓഫ് ദ കോളം ഇസ് ഓൾറെഡി ഗിവൻ, സോ ലെറ്റ് us അവോയ്ഡ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. സോ ലെറ്റ് സി ദ ഗിവൻ ഡീറ്റെയിൽസ്. ദ സൈസ് ഉണ്ട്, ഫാക്ടർഡ് ലോഡ് PU is equal to 1400 kilonewton. Factored bending moment about major axis. Major axis എപ്പോഴും x ആയിരിക്കും, മൈനർ y ആയിരിക്കും. So factored bending moment MU about major axis is x. MUX is equal to 280 kilonewton meter. Okay, ഇനി തന്നിരിക്കുന്നത് FCK and FY. FCK is 20 MPa Newton per meter square. Fy is 415 MPa. ഇത്ര മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അവോയ്ഡ് ചെയ്യാണ്. സോ ഇവിടുത്തെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വിൽ ബി റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ. റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടുന്നത് നേരത്തെ പറഞ്ഞ പോലെ SP16 ചാർട്ട്സ് ആണ്. SP16 ചാർട്ട്സ് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചാർട്ട് എങ്ങനെയാണ് എവിടെയാണ് എന്നൊന്ന് നോക്കാം. സോ നിങ്ങൾ SP16 യൂസ് ചെയ്യുമ്പോഴത്തേക്കും ദിസ് ഇസ് ദ സെക്ഷൻ യു ഹാവ് ടു ബിഗിൻ വിത്ത് ഫോർ കംപ്രഷൻ മെത്തേഡ്സ്. ഓക്കെ, അപ്പം ഈ സെക്ഷൻ തൊട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും എല്ലാ പേജസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഇൻ ദ സെൻസ് നമുക്ക് എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ പോർഷൻ മൊത്തം തിയറി പറയുന്ന പോർഷനാണ്. യു ഹാവ് എക്സാമ്പിൾസ്, എക്സാമ്പിൾ 5 എന്ന് കൊടുത്തിരിക്കുന്നത് കണ്ടോ. യു ഹാവ് എക്സാമ്പിൾസ് ടു ഡിസൈൻ സെക്ഷൻ അല്ലെങ്കിൽ ടു അനലൈസ് എ സെക്ഷൻ. അപ്പോൾ ഇങ്ങനത്തെ എക്സാമ്പിൾസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ പേജസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. വി കൻ ഓൺലി യൂസ് ദ ചാർട്ട്സ്. അപ്പോൾ ചാർട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിയർ പേജ് 109 ആണ്. നമുക്ക് ഈ ചാർട്ട്സും ആക്ച്വലി ആവശ്യമില്ല. ഇപ്പം 27ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 112 പേജ് 112 ഓഫ് SP16 ചാർട്ട് 27 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഹെഡിങ് ആണ് നമ്മൾ ആദ്യം റെഫർ ചെയ്യേണ്ടത്.
കംപ്രഷൻ മെമ്പേഴ്സ്, കംപ്രഷൻ വിത്ത് ബെൻഡിങ്. ഓക്കെ, കംപ്രഷൻ വിത്ത് ബെൻഡിങ്ങിൽ റെക്ടാങ്കുലർ സെക്ഷൻ ആണ് ഇവിടെ ഉള്ളത്, റെക്ടാങ്കുലർ സെക്ഷൻ. ഇനി പിന്നെ പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 2 സൈഡ്സ്. ഏതൊരു സൈഡിലായിട്ടാണ്, നിങ്ങൾ ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും, 2 സൈഡിലായിട്ടാണ് എന്ത് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ രീതിയിൽ നിങ്ങൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഈ ചാർട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതർവൈസ് നമ്മൾ പൊതുവേ കൊടുക്കുന്നത് ഈക്വലി ഓൺ ഓൾ 4 സൈഡ്സ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചാർട്ട് നമുക്ക് നോക്കാം. സോ അത് ചാർട്ട് നമ്പർ 40 സ്റ്റാർട്ട് ചെയ്യും. യെസ്, 39 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ദാറ്റ് ഇസ് പേജ് നമ്പർ 124. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് കംപ്രഷൻ വിത്ത് ബെൻഡിങ്, റെക്ടാങ്കുലർ സെക്ഷൻ തന്നെ, റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ ഓൾ 4 സൈഡ്സ്. 4 സൈഡിലും ഈക്വൽ ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഹിയർ നിങ്ങൾക്ക് ഈ ഡയഗ്രാം ഒന്ന് നോക്കിയാൽ മനസ്സിലാകും. ആക്സിസിൽ പാരലായിട്ട് ബി വരും, പെർപെൻഡിക്കുലർ ഡി വരും. ഓക്കെ, ആൻഡ് ഡി ആണ് നമ്മൾ എപ്പോഴും വലിയ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. പിന്നെ ഡി ഡാഷ് കാണിച്ചിട്ടുണ്ട്. ഈ ഡി ഡാഷ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് കവറാണ്. ഓക്കെ, റീഇൻഫോഴ്സ്മെന്റ് സെൻറ്റർ തൊട്ട് എക്സ്ട്രീം വരെയുള്ള ഇഫക്റ്റീവ് കവറാണ് ഡി ഡാഷ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി എ എസ്, ഏരിയ ഓഫ് സ്റ്റീൽ ആണ്, ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഇ സ്മോൾ പി, പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്, ബി ഇൻറ്റു ഡി ബൈ 100 പെർസെൻറ്റേജ് റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ചാർട്ട് നിങ്ങൾ ഇനി എടുക്കുമ്പോഴത്തേക്കും എന്തൊക്കെ ശ്രദ്ധിക്കണം? ഓക്കെ, നിങ്ങൾക്ക് ഗിവൺ ആയിട്ട് എഫ് വൈ വാല്യൂ ഉണ്ടായിരിക്കും. എഫ് വൈ 415 ആയിരിക്കുമല്ലോ പൊതുവേ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യനിൽ. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഈ കോർണറിലുള്ള എഫ് വൈ വാല്യൂ ആണ്. ആൻഡ് ദിസ് ഈസ് എഫ് ഐ 250 അല്ലേ? എഫ് വൈ 250യിൽ ഒരു 3-4 ചാർട്ട് കാണും. അപ്പം 1 2 3 4, യെസ്, ഇവിടെ എഫ് ഐ 415 സ്റ്റാർട്ട് ചെയ്യും, ദാറ്റ് ഇസ് 128. ഓക്കെ, അപ്പോൾ 128ൽ എഫ് ഐ 415 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് 415 ആണ് വേണ്ടത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. 415ൽ ഇനി നമ്മൾ നോക്കേണ്ടത് എഫ് ഐ കിട്ടിയാൽ അടുത്ത പാരാമീറ്റർ ഇതാ ഇവിടെ കാണുന്ന ഡി ഡാഷ് ബൈ ഡി വാല്യൂ. ഡി ഡാഷ് എന്ന് പറയുന്ന ക്ലിയർ കവർ നമുക്ക് ഗിവൺ ആയിരിക്കത്തില്ല. ഇറ്റ് ഇസ് എ വാല്യൂ ദാറ്റ് വി ഹാവ് ടു അസ്യൂം. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ യൂഷ്വലി ഒരു 50-60 റേഞ്ചിലാണ് ഡി ഡാഷ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ കവർ ഇഫക്റ്റീവ് കവർ നമ്മൾ ഡി ഡാഷ് 60 ആയിട്ടൊക്കെ അസ്യൂം ചെയ്യും. സോ 60 കൊടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഡി വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളത് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതോ വേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച്. അപ്പോൾ ഡി ഡാഷ് ബൈ ഡി വാല്യൂ കണ്ടുപിടിക്കുക, ദാറ്റ് ഇസ് അവർ ഫസ്റ്റ് പാരാമീറ്റർ ടു ബി ഫൗണ്ട്. അപ്പോൾ ഡി ഡാഷ് ബൈ ഡി ഈസ് ഈക്വൽ ടു ഈ വാല്യൂ നിങ്ങൾ നോക്കുക. ഇവിടെ ഇപ്പം 0.05 ആണ്, അടുത്ത ചാർട്ടിൽ അത് 0.1 ആകും, പിന്നെ 0.15ഉം പിന്നെ 2 ആകും, 0.2 ആകും. ഓക്കെ, ഇത്രയും 4 വാല്യൂസ് ആണുള്ളത്. സോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇത് നോക്കിയിട്ട് ചൂസ് ചെയ്യുക ഏത് ചാർട്ട് വേണമെന്ന്. അപ്പോൾ ഡി ഡാഷ് ബൈ ഡി, ഓക്കെ ഫൈൻ, യു ഗോട്ട് ഇറ്റ്. പിന്നെ ഈ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഈ ചാർട്ട് ചൂസ് ചെയ്തു. ഈ 2 വാല്യൂസ് വെച്ചിട്ടാണ് ചാർട്ട് ചൂസ് ചെയ്യുന്നത്. ചാർട്ട് ചൂസ് ചെയ്താൽ ഇനി നമുക്ക് ചാർട്ട് നോക്കാം. ചാർട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ വൈ ആക്സിസിൽ പി യു ബൈ എഫ് സി കെ ബി ഡി ഉണ്ട്, എക്സ് ആക്സിൽ എം യു ബൈ എഫ് സി കെ ബി ഡി സ്ക്വയറും ഉണ്ട്. നമുക്ക് പി യു ഉണ്ട്, എം യു എക്സ് ആണ്, വീൽ ടേക്ക് ഇറ്റ് ആസ് എം യു. ഓക്കെ, ഇത് ജനറലി കൊടുക്കുന്നതാണ് ഈ ചാർട്ട്, അല്ലാതെ എക്സ് എന്നോ വൈ എന്നോ പറയില്ല. ഓക്കെ, അപ്പം ഓർക്കേണ്ട കാര്യം, എക്സ് വരുമ്പോൾ എക്സിൻ്റെ കൂടെ എപ്പോഴും കൊടുക്കുന്ന വാല്യൂ ഡി ആണ്, അല്ലേ? അതിൻ്റെ ഒരു പെയറായിട്ട് വരുന്ന ഡി ആണ്. സോ എം യു എക്സ് കണ്ടുപിടിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു ഫൈൻഡ് ഡി ഡാഷ് ബൈ ഡി. നിങ്ങൾക്ക് തന്നിരിക്കുന്ന എം യു എക്സ് ആണെങ്കിൽ ഇവിടെ ഡി ഡാഷ് ബൈ ഡി കൊടുക്കുക. അല്ല, നിങ്ങൾക്ക് തന്നിരിക്കുന്ന മൈനർ ആക്സിസിൻ്റെ എം യു വൈ ആണ് തന്നിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു റിമെമ്പർ ഡി ഡാഷ് ബൈ ബി കൊടുക്കണം, കാരണം വൈൻ്റെ കൂടെ ബി ആണ് വരേണ്ടത്. സോ ഡി ഡാഷ് ബൈ ബി വാല്യൂ കൊടുക്കണം. ആ വാല്യൂ ഇട്ടാണ് നമ്മൾ ഈ റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. ഫൈൻ, അപ്പോൾ ഇവിടെ എം യു എക്സ് ആണ്, സോ ഡി ഡാഷ് ബൈ ഡി മതി. അപ്പോൾ എം യു എക്സും ഉണ്ട്, എം യു വൈ പി യു ഉണ്ട്. ഈ 2 വാല്യൂസ് വെച്ചിട്ട് എനിക്ക് ഈ 2 ആക്സിസിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാമല്ലോ. പി യു ബൈ എഫ് സിക്ക് ബി ഡി എടുക്കാം, എം യു ബൈ എഫ് സിക്ക് ബി ഡി സ്ക്വയറും എടുക്കാം, അല്ലേ? ഓൾസോ ഒരു കാര്യം ഓർക്കേണ്ടത്, എം യു എക്സ് വരുമ്പം ബി ഡി സ്ക്വയർ, എം യു വൈ വരുമ്പോൾ ഡി ബി സ്ക്വയർ വരും. ഓക്കെ, അതും ഒന്ന് നോട്ട് ചെയ്തോണം. അപ്പം ഈ 2 വാല്യൂസും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്സിസിൽ 2 പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഓക്കെ, സേ പി യു ബൈ എഫ് സിക്ക് ബി ഡി സം വാല്യൂ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. എം യു ബൈ എഫ് സിക്ക് ബി ഡി സ്ക്വയർ വാല്യൂ കിട്ടി, അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് രണ്ടും തമ്മിൽ
ഇന്റർപൊളേറ്റ് ചെയ്ത് കിട്ടുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റിലായിരിക്കും ഇല്ലേ? രണ്ടിനെയും കൂടെ ഇന്റർപൊളേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റിലായിരിക്കും. അപ്പോൾ ഈ പോയിന്റിൽ ഇത് ഇവിടെ കണ്ടോ, മെയിൻ ഈ കണ്ടന്റ് ഈ ചാർട്ടിൽ ഒത്തിരി ലൈൻസ് കാണിച്ചിട്ടുണ്ട്. ഈ ലൈൻസ് എന്തൊക്കെയാണ് എന്നതിന് നോക്കാം. കാരണം ഈ ഇന്റർപൊളേറ്റ് ചെയ്ത് പോകുന്ന പോയിന്റ് ഈ ലൈനിലായിരിക്കും വീഴുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഇന്റർമീഡിയറ്റിലായിരിക്കും വീഴുന്നത്. സോ എന്താണ് അത് തരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓരോ ലൈനിലും കണ്ടോ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. 0.28 സോറി 26 24 22 20 18 എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ വാല്യൂസ്? ഇവിടെ ഇല്ലാതെ ഏറ്റവും എക്സ്ട്രീമിൽ P/FCK is equal to 0.26 കൊടുത്തിട്ടുണ്ട്. P/FCK. FCK അറിയാം, P is പെർസെൻറ്റേജ് റീഇൻഫോഴ്സ്മെന്റ്. ഓർക്കുക, നമ്മൾ ആ സൈസ് കണ്ടുപിടിക്കുമ്പോൾ മാത്രമേ നമ്മൾ പെർസെൻറ്റേജ് റീഇൻഫോഴ്സ്മെന്റ് അസ്യൂം ചെയ്യത്തുള്ളൂ. ഇനി അഥവാ അങ്ങനെ അസ്യൂം ചെയ്ത് നമ്മൾ സൈസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും റീഇൻഫോഴ്സ്മെന്റ് പാർട്ടിലോട്ട് വരുമ്പോൾ ആ അസ്യൂംഡ് വാല്യൂ നമ്മൾ എടുക്കില്ല. ദിസ് വിൽ ബി ദ പ്രൊസീജിയർ. നമ്മൾ പുതിയ P കണ്ടുപിടിക്കും. ചാർട്ട് യൂസ് ചെയ്ത് P/FCK is equal to നകത്ത് ഏത് ചാർട്ടിലാണോ ഇന്റർപൊളേറ്റ് ചെയ്ത വാല്യൂ പോയി വീഴുന്നത്, ചാർട്ട് ഇൻ ദ സെൻസ് ഏത് കേർവിലാണോ ഇന്റർപൊളേറ്റ് ചെയ്ത വാല്യൂ പോയി വീഴുന്നത്, ആ കേർവിന്റെ P/FCK വാല്യൂ എടുക്കുക. ക്ലിയർ? ആ കേർവിന്റെ ആ വാല്യൂ ആണ് നമ്മുടെ P/FCK. Therefore P is equal to ആ പർട്ടിക്കുലർ വാല്യൂ ഇൻറ്റു FCK. അങ്ങനെ നമുക്ക് പെർസെൻറ്റേജ് റീഇൻഫോഴ്സ്മെന്റ് വാല്യൂ കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 0.18 നമുക്ക് പോയി ഇന്റർപൊളേറ്റ് ചെയ്ത് വീഴുന്നതെന്നുണ്ടെങ്കിൽ വേണ്ട, 0.18 ഉണ്ട് 20 ഉണ്ട്. ഇൻ കേസ് ഈ രണ്ട് കർവിന്റെ ഇടയിലാണ് ഈ പോയിന്റ് പോയി വീഴുന്നതെങ്കിലോ, ഇടയിലാണ് വീഴുന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദി ആവറേജ്. അതായത് 0.18നും 20നും ഉണ്ടെങ്കിൽ 0.19 ആയിട്ട് എടുത്തിട്ട് P/FCK is equal to 0.19 ആക്കി P കണ്ടുപിടിക്കാം. ഓക്കെ, P കണ്ടുപിടിച്ചാൽ then what we will get? A is equal to P into BD/100. ഇക്വേഷൻ ഉണ്ട് ഇവിടെ. അവിടെ P ഇടുക, B ഉണ്ട്, D ഉണ്ട്. You will get the value of area of cross sectional steel. AS കിട്ടും. That's it. ഇതായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലും കണ്ടുപിടിച്ചത്, ഇക്വേഷനിലിട്ട് കണ്ടുപിടിച്ചത്. ഇവിടെ നമ്മൾ ചാർട്ട് യൂസ് ചെയ്ത് കണ്ടുപിടിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇവിടെ AS കിട്ടിക്കഴിഞ്ഞാൽ we'll assume a diameter of bar suitable diameter and we'll find the number of bars required. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രൊസീജിയർ. ബാക്കി എല്ലാം സെയിം ആണ്. പിന്നെയുള്ള ലാറ്ററൽ ടൈസിന്റെ സ്റ്റെപ്പ് ആയാലും ഇതിന് മുന്നേ ഉള്ള സൈസ് ഓഫ് ദ കോളം ആയാലും ഇറ്റ് ഇസ് ദ സെയിം. ഓക്കെ, അപ്പം ഈ പ്രൊസീജിയർ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് ഒന്ന് ക്യാരി ഔട്ട് ചെയ്ത് നോക്കാം. യെസ്, സോ ദിസ് വാസ് ദ പ്രോബ്ലം. നമുക്ക് സൈസ് തന്നിട്ടുണ്ട്, PU MU XF CK FY ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാർട്ട് ചൂസ് ചെയ്യാൻ എന്തൊക്കെ വേണമായിരുന്നു? FY 415 എന്നുണ്ട് ഇല്ലേ? അപ്പം FY 415ൻ്റെ ചാർട്ടാണ് അത്. പക്ഷെ 4 എണ്ണം ഉണ്ട്. അതിനകത്ത് ഏത് എടുക്കണം എന്ന് എങ്ങനെ ചൂസ് ചെയ്യും? MU X ആയതുകൊണ്ട് X ആണ്. സോ നമ്മൾ D'/D എടുക്കും. വേർ D' let us assume as 60 mm. 60 mm ആയിട്ട് നമുക്ക് D' assume ചെയ്യാം. സോ D'/D is 60/D ഏതെടുക്കും? Greater of the lateral dimension 600. Okay, so the value is 0.10 അല്ലേ? സോ 0.1 ആണ് D'/D. അപ്പം ഏത് ചാർട്ട് എടുക്കും? 0.05 കഴിഞ്ഞു, 0.10 ഈ ചാർട്ട് 44 പേജ് 129. അപ്പം നമ്മൾ എഴുതണം, therefore choose chart 44 of SP16 എന്ന് ഇങ്ങനെ ഒരു കൺക്ലൂഷൻ, ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതണം. എന്നിട്ട് അതിൽ നിന്ന് PU/FCK B into D വാല്യൂ എടുക്കുക, MU X/FCK BD square വാല്യൂ എടുക്കുക. PU നമുക്ക് 1400 into 10⁻³ by FCK is 20, B 300, D is 600 വാല്യൂ കിട്ടും. MUX is 280 into 10⁻6 ആണ്.
മീറ്റേഴ്സിനെയും കിലോന്യൂട്ടനെയും മാറ്റണം. ബൈ FCK is 20 300 into 600 സ്ക്വയർ. y ആയിരുന്നെങ്കിൽ dB² ആയേനെ. ഓക്കെ, അപ്പം ഈ രണ്ടിൻ്റെയും വാല്യൂസ് കിട്ടും. അപ്പം ഇവിടെ വാല്യൂ വരുന്നത് 0.389 എന്നാണ്. എൻ്റെ ഇവിടെ 0.130. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് ചാർട്ടിലെ വാല്യൂ നോക്കേണ്ടത്. y ആക്സിസിൽ 0.389, x ആക്സിസിൽ 0.130. ചാർട്ട് നോക്കാം. അപ്പം നമുക്ക് PU ബൈ FCK BDയിൽ 0.389 ആണ്. ദാറ്റ് ഇസ് 0.3ക്കും 0.4നും ഇടയ്ക്ക് 5 ഡിവിഷൻസ് ആണുള്ളത്. സോ ഇറ്റ് വിൽ ബി 0.02 ആയിട്ട് മാറും. 0.0 അടുത്ത് 32, 34, 35, സോറി 0.32, 0.34, 0.36 and 0.38, അവസാനം 0.4. ഇങ്ങനെയാണ് വേരിയേഷൻ ഡിവിഷൻസ് വരുന്നത്. അപ്പം നമുക്ക് 389 ആണ്. സോ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് 4നും 0.38നും ഇടയ്ക്ക് ഓൾമോസ്റ്റ് 0.4 ആയി അല്ലേ. അപ്പോൾ 0.4ന് അടുപ്പിച്ച് നമുക്ക് നോക്കാം. സോ ദിസ് ഇസ് ദ പോയിന്റ്. ഇനി നമുക്ക് MU ബൈ FCK BD സ്ക്വയറിൻ്റെ വാല്യൂ 0.130 ആണ്. 0.130 എന്ന് പറയുമ്പോൾ 0.1 2നും 4നും കറക്റ്റ് മിഡിൽ അല്ലേ. 0.2 ഇത് 0.2, ഇവിടെ 0.4, 0.2നും 0.4നും കറക്റ്റ് സെൻറ്റർ. അപ്പം ഇതും നമുക്ക് ഇൻ്റർപൊളേറ്റ് ചെയ്ത് നേരത്തെ 0.4ലോട്ട് പോകാം. 4ലോട്ട് പോകുമ്പോഴത്തേക്കും റൈറ്റ് ഹിയർ നമുക്ക് കറക്റ്റ് ആ കർവിലോട്ട് വരുന്നില്ല. 0.8നും 0.10ക്കും ഇടയിലാണ്. ഓക്കെ, 0.8 0.10 0.9 ആയിട്ട് എടുക്കാം, 0.95 ആയിട്ടും എടുക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് സെൻറ്ററും കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. 0.95 എടുത്താലും തെറ്റില്ല. ഓക്കെ, ഇറ്റ് ഇസ് അപ് ടു യു. കറക്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ അത് 1-2 ആയിരുന്നു എന്നെങ്കിൽ നമുക്ക് കറക്റ്റ് സെൻറ്റർ ആയിട്ട് എടുക്കാമായിരുന്നു. കുറച്ചുകൂടെ മാറിയിട്ടാണ്. സോ 0.95 വിൽ ബി ഗുഡ്. 0.95 ആയിട്ട് P ബൈ FCK അസ്യൂം ചെയ്യും. P ബൈ FCK ആണ് 0.95. നമുക്ക് P ബൈ FCK equal to 0.95. Therefore, percentage reinforcement is 0.95 into 20. Okay, ഇനി AS therefore equal to PBD by 100. It is 0.95 into 20 into 300 into 600 by 100. ഒരു വാല്യൂ കിട്ടും. ഈ വാല്യൂ വെച്ചിട്ട് AS നമുക്ക് എങ്ങനെ എഴുതാം? N into pi by 4 phi square എന്ന് എഴുതാം. 5 അസ്യൂം ചെയ്യാം. 25 നോ 28 ഒക്കെ അസ്യൂം ചെയ്യാം. 25 28 വിൽ ബി ഗുഡ് ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സ്മെന്റ്. അപ്പം അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ബാർസ് കിട്ടും. പ്രൊവൈഡ് ചെയ്ത് മേ ബി സേ 8 ബാർസ് കിട്ടിയെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി റൈറ്റ്? പ്രൊവൈഡ് 8 നമ്പർ ഓഫ് 25 mm അല്ലെങ്കിൽ പ്രൊവൈഡ് 8 ബാർസ് ഓഫ് 25 mm ഡയമീറ്റർ അല്ലെങ്കിൽ 28 mm ഡയമീറ്റർ എന്ന് എഴുതുക. ദിസ് ഇസ് ദി ഓൺലി ഡിഫറൻസ് ഫ്രം ദ അതർ പ്രോബ്ലം. ബാക്കി സ്റ്റെപ്പെല്ലാം സെയിം ആണ്. നമ്മൾ നേരത്തെ ലാറ്ററൽ ടൈസ് എടുത്തതൊക്കെ എക്സാക്ട് സെയിം സ്റ്റെപ്പാണ്. ഓക്കെ, നോ ചേഞ്ച്. ഇനി ഇതിൻ്റെ ഡീറ്റെയിലിംഗ് മാത്രമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിലിംഗ് കാണിച്ചില്ല. അപ്പം ഇതിപ്പം ഈ പറഞ്ഞ പോലെ 8 ബാർസ് ഓഫ് 25 mm ഡയമീറ്റർ ആണ് എന്ന അസംഷനിൽ നമുക്ക് ഒരു ഡീറ്റെയിലിംഗ് നോക്കാം, എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പം ഈ പ്രോബ്ലത്തിൽ ലെറ്റ്സ് സി പ്രൊവൈഡ് നമുക്ക് വന്നത് 8 ബാർസ് ഓഫ് 25 mm by ഡയമീറ്റർ ബാർസ് ആണ്. 8 ബാർസ് നമ്മൾ കൊടുത്തു ആസ് മെയിൻ. ഇത് മെയിൻ റീഇൻഫോഴ്സ്മെന്റ്. ഇനി ഇതല്ലാതെ നമ്മൾ ലാറ്ററൽ ടൈസ് ഉണ്ടാവുമല്ലോ. ലാറ്ററൽ ടൈസ് നേരത്തെ പോലെ പ്രൊവൈഡ് 8 mm phi lateral ties at 300 mm center to center ആണെന്ന് വെക്കാം. ഇതാണ് കോമ്പിനേഷൻ. നമുക്ക് കിട്ടിയ ഏരിയ ഓഫ് സ്റ്റീൽ എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ വരയ്ക്കാം
എന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ എപ്പോഴും ആദ്യം ചെയ്യേണ്ടത് ഗോ ഫോർ ദ പ്ലാൻ. ഓക്കെ, നിങ്ങൾ CAD-ൽ വരയ്ക്കുന്ന പോലെ ആദ്യം പ്ലാൻ വരയ്ക്കുക. കുറച്ച് സ്പേസ് മുകളിലിട്ടിട്ട് പ്ലാൻ വരയ്ക്കുക. നമുക്കിപ്പോൾ 300/600 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ നിങ്ങൾ കാണിച്ചിരിക്കണം. ഓക്കെ, അപ്പം ഇത് 600 ആൻഡ് ദിസ് വിൽ ബി 300 സംതിങ്. എങ്ങനെയാണെന്ന് വെച്ചാൽ തിരിച്ചാലും മതി, കുഴപ്പമില്ല. അപ്പോൾ നമുക്കിപ്പോൾ എത്ര ബാർസ് ഉണ്ട്? 8 ബാർസ് ഉണ്ട് അല്ലേ? അപ്പോൾ ആദ്യം 4 ബാർസ്, ഓക്കെ, 4 ബാർസിൽ നമുക്ക് 600 സ്പാൻ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് ബാക്കി അറേഞ്ച് ചെയ്യാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈക്വലി ഓൺ 2 സൈഡ്സിന്നേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പം ഈക്വലി ഓൺ 2 സൈഡ്സ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. 4 സൈഡ്സ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, തമ്മിലുള്ള സ്പേസിങ് മാറുന്നേ ഉള്ളൂ. 4 സൈഡ്സ് ആയിട്ട് കൊടുക്കാം. 4 സൈഡ്സ് കൊടുത്താൽ ഉള്ള വ്യത്യാസം നിങ്ങൾ ഇതിനകത്ത് ഇനി സ്റ്റിറപ്പ് കൊടുക്കുമ്പോൾ ടൈസ് കൊടുക്കുമ്പോഴത്തേക്ക് ഓക്കെ, ടൈസ് കൊടുക്കുമ്പോഴത്തേക്കും ഈ ടൈ മാത്രം പോരാ, ഈ 4 ബാറിനെ ഹോൾഡ് ചെയ്യാൻ ഡയഗണലി നമ്മളൊന്ന് ടൈ ചെയ്യണം. യൂഷ്വലി ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് സ്ക്വയറിനാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഡയഗണലിയും കൂടെ ഒന്ന് ടൈ ചെയ്യാം. അപ്പം ഇത് നമുക്ക് പ്ലാനിൽ സെക്ഷനിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും ബാറിനെ ഇവിടെ കാണിക്കണം. കുറച്ച് നിങ്ങൾ തിക്കായിട്ട് വരച്ചാൽ യു കെൻ ഡിഫറൻഷിയേറ്റ് ബാർ ഏതാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. And you will give ties. മാത്രം പോരാ, നിങ്ങൾ ഈ എൻഡിനെ കൊണ്ട് എക്സ്റ്റൻഷൻ കാണിക്കണം. അത് ബോത്ത് എൻഡ്സിലും എക്സ്റ്റൻഷൻ കാണിക്കണം. ഓക്കെ, ക്ലിയർ? അപ്പം ഇവിടെ നമുക്ക് ഇനി ചെയ്യേണ്ടത് ലേബലിംഗ് ആണ്. ലേബലിംഗ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കുറച്ചുകൂടെ സ്പേസ് വിട്ടേക്കണേ. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് 600 കാണിക്കാം. ഓക്കെ, 600 ആക്ച്വലി ഇങ്ങനെയല്ല വേണ്ടത്. ഷുഡ് ബി ത്രൂ ആക്കിയിട്ട് മുകളിൽ 600 എന്ന് എഴുതാണ് വേണ്ടത്. ഇവിടെ 300, അതാണ് കറക്റ്റ് ഫോം ഓഫ് ലേബലിംഗ്. 300. ഇത് മെയിൻ ബാറാണ്. സോ 825 mm 5. ഇനി നമ്മുടെ സ്റ്റിറപ്സ് ടൈസ്. ഓക്കെ, ടൈസ് എല്ലാം കൂടെ നമുക്ക് 8 mm 5 lateral ties at 300 mm C to C. ഇത് തന്നെ എവിടെ കാണിക്കണം? ഇവിടെയും കാണിക്കണം. ഓക്കെ, ഇവിടെ ഇത് മെയിൻ ബാർ വരും, ഇതേപോലെ ലാറ്ററൽ ടൈസ് വരും. ഓൾസോ ഇവിടുത്തെ നമ്മുടെ ഡി ഡാഷും കൂടെ നമ്മൾ അസ്യൂം ചെയ്ത വാല്യൂ ഡി ഡാഷ് ഇല്ലേ 60, അതും കാണിക്കാം. ഓൾമോസ്റ്റ് എല്ലാം ആയി. യെസ്, എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇൻ കേസ് നിങ്ങൾ ഓൺ 2 സൈഡ്സ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം വരച്ചതുപോലെ ഇവിടെ 2 സെറ്റായിട്ട് പാരലായിട്ട് കൊടുത്താൽ മതി. ആ കൊടുക്കുമ്പോൾ ഉള്ള ടൈസ് വരുന്നതും കൂടെ കാണിച്ചു തരാം. ഇൻ കേസ് നിങ്ങൾ അങ്ങനെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചുറ്റിനുമുള്ള ടൈയെ ഇനി ഇവിടെ സിംഗിൾ ലെഗ്ഡായിട്ട് ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ മതി. ദിസ് വിൽ ബി ഗുഡ്. അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. വരയ്ക്കുന്നത് നിങ്ങൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് ചെയ്യുക. ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. യൂസ് സ്കെയിൽ ആൻഡ് പെൻസിൽ. പെൻ വെച്ച് വരയ്ക്കാതിരിക്കുക. യൂസ് പെൻസിൽ ഇറ്റ് സെൽഫ്. കാരണം ഇതൊക്കെ കൗണ്ട് ചെയ്യും മാർക്കിന്.
ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. ഇതാണ് ഈ പ്രോബ്ലം. ഇതിനകത്ത് ആകെ ഒരു ചേഞ്ച് ഇനി വരാൻ ചാൻസ് ഉള്ളത് സർക്കുലർ തരാം. സർക്കുലർ വരുമ്പോഴത്തേക്കും ഇത്രയും കോംപ്ലിക്കേഷൻ വരത്തില്ല, ഒറ്റ ഡയമെൻഷനേ ഉള്ളൂ. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ആ ചാർട്ട് റെക്റ്റാങ്കിളിന് പകരം സർക്കുലറിൻ്റെ ഡയമീറ്റർ മാത്രം വരുന്ന ഒരു ചാർട്ടുണ്ട്. കാര്യങ്ങൾ കുറെ കൂടെ സിമ്പിൾ ആവും, കാരണം ദർ ഇസ് ഓൺലി വൺ ഡയമെൻഷൻ. ഓക്കെ, അപ്പം സിമ്പിളർ ആയതുകൊണ്ടാണ് സർക്കുലർ ചെയ്യാത്തത്. റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ 2 ഡയമെൻഷൻ വരും. അതിലാണ് ഈ ചേഞ്ചസ് MU(x)ഉം MU(y)ഉം ഒക്കെ വരുന്നത്. MU(x)ഉം y)ഉം വരുമ്പോഴത്തേക്കും രണ്ടിനും 2 ഡയമെൻഷൻ എടുക്കണം, d'/d and d'/b. അതുപോലെ b d² ഉം d b² ഒക്കെ ആയിട്ട് മാറും. അവിടെ അങ്ങനെ ഒരു ചേഞ്ച് വരുന്നില്ല, ഇറ്റ്സ് ഓൾവേസ് d. അപ്പോൾ നിങ്ങൾ അത് വെച്ച് ട്രൈ ചെയ്യുമ്പോഴത്തേക്കും കാര്യം കുറെ കൂടെ സിമ്പിളർ ആയിരിക്കും. ഈ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നതിലും ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഇല്ല, എല്ലാം ഈക്വലി ഓൺ ഓൾ സൈഡ്സ്. ഇത് സർക്കുലർ ആണല്ലോ, ചുറ്റും ഒരൊറ്റ സ്പൈറലോ അല്ലെങ്കിൽ ഒരു സർക്കുലർ ആയിട്ടുള്ള ടൈയേ കൊടുക്കുന്നുള്ളൂ. കുറെ കൂടെ സിമ്പിളർ ആയതുകൊണ്ടാണ് സർക്കുലറിൻ്റെ ചെയ്യാത്തത്. അപ്പം ഇതേ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ സം ഡയമീറ്റർ യൂസ് ചെയ്ത് സർക്കുലർ കോളത്തിനും ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഡയമെൻഷൻ ചോദിച്ചിട്ടില്ല എങ്കിൽ മാത്രം, പറഞ്ഞു തന്നിട്ടില്ല എങ്കിൽ മാത്രം നമുക്ക് സൈസ് എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ആസ് ഡൺ ബിഫോർ അതേപോലെ ഒന്ന് ചെയ്യാം. ഓക്കെ, ഇതാണ് ഈ പ്രോബ്ലം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ പാർട്ട്. ഇതേപോലെ തന്നെയാണ് അടുത്ത പ്രോബ്ലം വരുന്നത്. ഇപ്പോൾ ഒരു മൊമെൻറ്റ് വന്നതിന് പകരം 2 മൊമെൻറ്റ് വരും. ദാറ്റ്സ് ഓൾ. Thank you so much. Do subscribe my channel and keep watching my videos.